രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായ വാഹന ഉടമകൾക്ക് വലിയൊരു ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പെട്രോളിന് പകരം ഭാവിയിൽ E85, E100 തുടങ്ങിയ എഥനോൾ ഇന്ധനങ്ങളിലേക്ക് രാജ്യം പൂർണ്ണമായും മാറുമ്പോൾ തങ്ങളുടെ പഴയ വണ്ടികൾ ആക്രിക്കടയിൽ കൊടുക്കേണ്ടി വരുമോ എന്ന് ഭയന്നിരിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നത് വലിയൊരു ഇളവാണ്. ഹരിത ഇന്ധനത്തിലേക്ക് മാറാൻ പുതിയ വണ്ടി വാങ്ങി ലക്ഷങ്ങൾ മുടക്കേണ്ടതില്ല. വെറും 15,000 രൂപയ്ക്ക് നിങ്ങളുടെ നിലവിലെ പെട്രോൾ കാറുകളെ പൂർണ്ണമായും എഥനോളിൽ ഓടിക്കാൻ സഹായിക്കുന്ന എഥനോൾ കൺവേർഷൻ കിറ്റുകൾ വിപണിയിലേക്ക് എത്തുകയാണ്. ഓട്ടോമൊബൈൽ കുത്തക കമ്പനികളുടെ പകൽ കൊള്ളയ്ക്ക് തടയിട്ട് സാധാരണക്കാരനെ ചേർത്ത് പിടിക്കുന്ന വമ്പൻ നീക്കമാണ് കേന്ദ്രം ഇതിലൂടെ നടപ്പിലാക്കുന്നത്. ഇന്ത്യൻ ഷുഗർ ആൻഡ് ബയോ എനർജി മാനുഫാക്ചറേഴ്സ് അസോസിയേഷനും ഡൽഹി IITയും ചേർന്നാണ് ഈ തദ്ദേശീയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിരിക്കുന്നത്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ വലിയൊരു വിജയം തന്നെയാണ്. നിലവിലുള്ള BS4, BS6 കാറുകളിൽ പരമാവധി 15,000 രൂപ ചെലവിൽ ഈ കിറ്റ് ഘടിപ്പിക്കാം. മാരുതി സ്വിഫ്റ്റ് ഡിസയറിൽ ഇതിനോടകം നടത്തിയ പരീക്ഷണം വൻ വിജയമായിരുന്നു. പുതിയ ഫ്ലെക്സ് ഫ്യൂവൽ കാറുകൾ വിറ്റ് കോടികൾ ലാഭമുണ്ടാക്കാൻ കാത്തിരുന്ന വാഹന നിർമ്മാതാക്കളുടെ മുഖത്തേറ്റ കനത്ത പ്രഹരം കൂടിയാണിത്. കാർ കമ്പനികളുടെ എതിർപ്പുകളെ മറികടക്കാൻ IIT ഡൽഹിയുടെ പഠന റിപ്പോർട്ടുകൾ സർക്കാരിന് വലിയ കരുത്താകും. വെറുമൊരു വാഹന സാങ്കേതിക വിദ്യ എന്നതിലുപരി സർക്കാരിന്റെ അതിബുദ്ധിപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാമ്പത്തിക മാസ്റ്റർ സ്ട്രോക്ക് കൂടിയാണിത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഭാരം വെട്ടിക്കുറയ്ക്കുക എന്നതിനൊപ്പം ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കരിമ്പ് കർഷകർക്ക് വലിയൊരു സാമ്പത്തിക കുതിപ്പാണ് ഈ നീക്കം നൽകാൻ പോകുന്നത്. വാഹന ലോബികളെക്കാൾ രാജ്യത്തെ കർഷകരെയും സാധാരണക്കാരെയും പരിഗണിക്കുന്ന സർക്കാരിന്റെ നയമാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഹരിത നയങ്ങളുടെ പേരിൽ പാവപ്പെട്ടവന്റെയും മധ്യവർഗത്തിന്റെയും നടുവൊടിക്കുകയാണ് സർക്കാർ എന്ന പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കുന്ന ഒരു മറുപടി കൂടിയാണിത്. ലക്ഷക്കണക്കിന് പഴയ കാറുകൾ പൂർണ്ണമായും തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന എഥനോളിലേക്ക് മാറുന്നതോടെ ഇന്ധനത്തിനായി നമ്മൾ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേട് എന്നേക്കുമായി അവസാനിക്കും. ഗൾഫ് രാജ്യങ്ങളുടെയോ ഒപ്പക് രാജ്യങ്ങളുടെയോ ഭീഷണികൾക്കും ആഗോള എണ്ണവില വർധനവിനും മുന്നിൽ ഇന്ത്യക്ക് ഇനി തല ഉനിക്കേണ്ടി വരില്ല. രാജ്യത്തിന്റെ ഊർജ്ജ സ്വാശ്രയത്തിലേക്കുള്ള, അതായത് എനർജി ഇൻഡിപെൻഡൻസിലേക്കുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു ചുവടുവെപ്പ് കൂടിയാണത്. ചുരുക്കത്തിൽ കോർപ്പറേറ്റുകൾക്കല്ല, സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യക്കാർക്കും കർഷകർക്കുമാണ് രാജ്യത്തെ പ്രഥമ പരിഗണന എന്ന് ഈ നീക്കം അടിവരയിട്ട് ഉറപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്.